ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ചിക്കൻ വെച്ചിട്ടൊരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്ന ഈ ഐറ്റം എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ? അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണണം കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് എല്ലില്ലാത്ത ചിക്കൻ പീസസ് 300 ഗ്രാം എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് വെള്ളം വാർത്തെടുത്ത് ചിക്കൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുക്കുകയാണ്. കൂടാതെ മീഡിയം സൈസിലുള്ള 2 സവാള കട്ട് ചെയ്തതും 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 3-4 പച്ചമുളകും 1/2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ ചെറിയ ജീരകവും 1/4 സ്പൂണോളം ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ബട്ടറും 1 കൈപ്പിടിയോളം മല്ലിയിലയും ഇട്ട് മിക്സിയുടെ ജാറിൽ കറക്കി എടുത്തുകൊണ്ട് വരാം. അരച്ചെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കയ്യിൽ എണ്ണ തടവിയിട്ട് ഒരു സ്റ്റിക്ക് എടുത്തിട്ട് കബാബ് ചെയ്യണ പോലെ ചെയ്തെടുക്കണം. സ്റ്റിക്കിൽ റോൾ ചെയ്തെടുത്തിട്ട് സ്റ്റിക്ക് ഇതുപോലെ ഊരിയെടുക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ 2-3 കഷ്ണം ഇഞ്ചിയും 1 ഉണ്ട വെളുത്തുള്ളി തോല് കളഞ്ഞതെടുത്തതും 1 പിടി മല്ലിയിലയും 1/4 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ ചെറിയ ജീരകവും 1 ഗ്ലാസ് ചൂടുപാലിൽ കുറച്ച് കാഷ്നട്ടും കസ്കസും കുതിർത്തെടുത്തതും ആവശ്യത്തിനുള്ള ഉപ്പും 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നേരത്തെ തയ്യാറാക്കി വെച്ച കബാബ് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ കബാബ് പീസസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ ഈ ഒരു കളറിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതാ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഓണിയൻ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റെടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച് കബാബ് ചേർത്ത് കൊടുക്കാം. നേരത്തെ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത ആ മിക്സ് കൂടി ഇല്ലേ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. കബാബ് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴും ഇപ്പം ഈ ഗ്രേവിയിൽ കിടന്ന് കുക്ക് ചെയ്യുമ്പോഴും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ. അപ്പം ഇത്രയുള്ള നല്ല ടേസ്റ്റിയായ തവ കബാബ് റെസിപ്പി തയ്യാറായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിലും നല്ല പഞ്ഞി പോലെ കുക്ക് ചെയ്തെടുത്ത കബാബ് പീസ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതുമാണ്. കുബൂസിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഇതിന്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.